ഞങ്ങളെല്ലാവരും പഴങ്കഞ്ഞി പ്രിയരാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പഴങ്കഞ്ഞി റെഡിയാക്കുക. രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് വെച്ചിട്ട് പഴങ്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ചോറൊക്കെ ഇട്ട് അതിലോട്ട് ഷീജ വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നീട് അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് മൂടി മാറ്റി വെക്കുവാണേ. അങ്ങനെ ഞങ്ങൾ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റപ്പാക്കി വെച്ച് ഇനി രാവിലെ എടുത്ത് കഴിച്ചാൽ മതി. അടച്ചങ്ങനെ മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ പഴങ്കഞ്ഞിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഷീജ പാത്രത്തിലൊക്കെ എടുക്കുക. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കഴിക്കാൻ കാത്തിരിക്കുകയാണേ. വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴങ്കഞ്ഞി കുടിക്കാനായിട്ട്. നാട്ടിൽ വരുമ്പോഴാണ് പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുന്നത്. തൈരുണ്ട്, മാങ്ങാച്ചാറുണ്ട്, ചമ്മന്തിയുണ്ട്, പിന്നെ കുറച്ച് നെത്തോലി കറി വെച്ചുണ്ട്, നെത്തോലി ഫ്രൈ ഉണ്ട്. ഓരോന്നായിട്ട് ഷീജ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഷീജ, ഇഷ്ടമായോ? അങ്ങനെ ഷീജയും വാവയും എല്ലാവരും കൂടിയിട്ട് എൻജോയ് ചെയ്ത് അങ്ങനെ പഴങ്കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 3-4 ദിവസമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇന്നാണ് ഞങ്ങൾക്ക് പഴങ്കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത്. അങ്ങനെ ഇന്ന് ഫുൾ സെറ്റപ്പാക്കി ഞങ്ങളെല്ലാവരും കഴിക്കുക അവിടെ ഇരുന്ന്. ഇപ്പോൾ ഈ നല്ല ചൂട് സമയമല്ലേ, ഈ സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും എന്ന് തോന്നുന്നു പഴങ്കഞ്ഞി കുടിക്കുന്നത്. അതിൻ്റെ ആ വെള്ളമൊക്കെ നല്ല തണുപ്പല്ലേ. അപ്പം താങ്ക് യു, ബൈ ബൈ.